ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടപ്പിൾ ട്രാവേഴ്സിംഗ് ആണ്. ഓക്കെ, ടപ്പിൾ ട്രാവേഴ്സിംഗ് അതായത് ഹൗ ടു ട്രാവേഴ്സ് അല്ലെങ്കിൽ ഹൗ ടു ഐട്രേറ്റ് എ ടപ്പിൾ. നമുക്കറിയാം അല്ലേ, ടപ്പിൾ എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു, ഇമ്മ്യൂട്ടബിൾ ആണെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ആദ്യം ഒരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഏജ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഒരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്യുവാണ്. എ ബി സി ഈക്വൽ ടു ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, 1 2 3 9 10. ഓക്കെ, ഒരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്തു. എങ്ങനെയാ ഇതിനെ ഒന്ന് എന്താണ് ഐട്രേറ്റ് ചെയ്യുന്നത്? അതായത് എനിക്ക് ആ ടപ്പിളിലുള്ള എല്ലാ എലമെന്റ്സും പ്രിന്റ് ആയി കിട്ടണം. എന്ത് ഉപയോഗിച്ചിട്ട്? ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട്. നമുക്കറിയാം അല്ലേ, ഫോർ ലൂപ്പിൽ എന്തില്ല, ഇനീഷ്യലൈസേഷൻ ഇല്ല, അപ്ഡേഷൻ ഇല്ല, കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ അല്ലേ. എങ്ങനെയാ സ്ട്രക്ചർ? ഫോർ ഐ ഇൻ എന്താണ് എ ബി സി കൊടുത്താൽ മതി. ഐയുടെ വാല്യൂ എന്തിലോട്ടാ പോകേണ്ടത്, എന്തിൽ നിന്നാണ് എടുക്കേണ്ടത്? എ ബി സി എന്ന് പറയുന്ന ടപ്പിളിൽ നിന്നും. ഇനി ഇൻഡന്റേഷൻ ഒരു ടാബ് സ്പേസ് വിട്ടിട്ട് എന്ത് ചെയ്യണം? പ്രിന്റ് ഐ. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഓരോ വട്ടവും ലൂപ്പ് ഐട്രേറ്റ് ആകുമ്പോൾ ഐയുടെ വാല്യൂ, ഇനീഷ്യലി ഐയുടെ വാല്യൂ എന്തായിരിക്കും? എ ബി സിയിലുള്ള എ ബി സി എന്ന് പറയുന്ന ടപ്പിളിലെ ഫസ്റ്റ് എലമെന്റ്. നമ്മൾ ഏത് കളക്ഷൻ ഐറ്റത്തിന് ഐട്രേറ്റ് ചെയ്യുമ്പോഴും ഐക്ക് ഇനീഷ്യലി ഒരു വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ. ആ കളക്ഷൻ ഐറ്റം, അത് ലിസ്റ്റ് ആയിക്കോട്ടെ, ടപ്പിൾ ആയിക്കോട്ടെ, ഡിക്ഷണറി ആയിക്കോട്ടെ, ആ കളക്ഷൻ ഐറ്റത്തിലെ ഫസ്റ്റ് എലമെന്റ് എന്താണോ അത് ഐയിലോട്ട് ഇനീഷ്യലി സ്റ്റോർ ആവും. ആ ലൂപ്പ് ഒരു വട്ടം റൺ ചെയ്യുന്നു, രണ്ടാമത്തെ വട്ടം ഐയുടെ വാല്യൂ എന്തായി മാറുന്നു? 2 ആയി മാറുന്നു. അതായത് ഇവിടെ 2 ആയി മാറുന്നു. നോർമലി ആ കളക്ഷൻ ഐറ്റത്തിൽ സെക്കൻഡ് എലമെന്റ് ആവുന്നു, പിന്നെ തേർഡ് എലമെന്റ്, ഫോർത്ത് എലമെന്റ്, അങ്ങനെ ആ കളക്ഷൻ ഐറ്റത്തിലെ എല്ലാ എലമെന്റും ഐയിലോട്ട് സ്റ്റോർ ആയിട്ട് ഓരോ വട്ടം ലൂപ്പ് റൺ ആവുമ്പോഴും അത് പ്രിന്റ് ആയി വരുന്നു. ഇനി ഞാൻ പറയുവാണ്, ഇപ്പം ലിസ്റ്റും ടപ്പിളും കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇപ്പം നിങ്ങളോട് പറയാനുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം അല്ലേ, ലിസ്റ്റ് എന്ന് പറയുമ്പം നമുക്കറിയാം ഹോമോജീനിയസും ഹെട്രോജീനിയസും. നോർമലി ലിസ്റ്റ് യൂസ് ചെയ്യുന്നത് ഹോമോജീനിയസ് ആയിട്ടുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടപ്പിൾ യൂസ് ചെയ്യുന്നത് ഹെട്രോജീനിയസ്. എന്ന് വെച്ച് ലിസ്റ്റിൽ ഹെട്രോജീനിയസ് ആയിട്ടുള്ളത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല എന്നല്ല, ലിസ്റ്റിൽ പറ്റും. പക്ഷേ ലിസ്റ്റ് ജനറലി യൂസ് ചെയ്യണത് ഹോമോജീനിയസ് ആയിട്ടുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യാനും, ടപ്പിൾ യൂസ് ചെയ്യുന്നത് ഹെട്രോജീനിയസും. അപ്പം എന്താണ് ഇതെപ്പോഴാണ് ഹെട്രോജീനിയസ് ആവുന്നത്? ഇപ്പം ഇവിടെ നമ്പർ വാല്യൂസ് മാത്രമേ ഉള്ളൂ അല്ലേ. ഇവിടെ ഞാനിപ്പോൾ എന്താണ് രാഹുൽ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ്, ഡേറ്റ ടൈപ്സ്, ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് ആയിട്ടുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെട്രോജീനിയസ് എന്ന് പറയുന്നത്. ഹോമോജീനിയസ് എന്ന് വെച്ചാൽ എല്ലാം സെയിം ടൈപ്പ് ഓഫ് വാല്യൂസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ആണെങ്കിൽ ഹെട്രോജീനിയസ്. അപ്പം അത് എവിടെ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു ഡേറ്റാബേസിൽ, അതായത് ഡേറ്റാബേസിലുള്ള ഇപ്പം ടേബിൾസ് ഉണ്ടല്ലോ, ടേബിൾസിൽ എന്താണ് ടേബിൾസിൽ ഒരു റോയിലുള്ള ഒരു റോയിലുള്ള എല്ലാ വാല്യൂസും എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടപ്പിൾ യൂസ് ചെയ്യുന്നത്. അതേസമയം ഒരു കോളമിലുള്ള വാല്യൂസ് എന്താണ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു ടേബിൾ, ഡേറ്റാബേസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കൂടുതലായിട്ട് പിന്നീട് പഠിക്കും കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു ടേബിൾ പോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. എനിക്കിവിടെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഇത് കാണിച്ചു തരാം. ഓക്കെ, ID ഇതൊരു ടേബിൾ ആണെന്ന് വിചാരിക്കണേ. അപ്പം അതിൽ ടേബിളിലുള്ള ഫസ്റ്റ്, അതായത് ഓരോ കോളത്തിൻ്റെയും ഇതാണ് ഞാൻ എഴുതുന്നത്, ID. ഓക്കെ, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഐഡിയും അവരുടെ നെയിമും അവരുടെ ഏജും അവരുടെ സാലറിയും ഉള്ളൊരു ടേബിൾ ആണെന്ന് നിങ്ങൾ വിചാരിക്കാം. ഓക്കെ, ഞാൻ എല്ലാത്തിനും ഹെഡിങ് കൊടുക്കുക. ഓക്കെ, എംപ്ലോയി നെയിം, ദെൻ ഏജ്, ദെൻ എന്താണ് അവരുടെ സാലറി. ഇതാണ് അവരുടെ കോളത്തിൻ്റെ ഹെഡിങ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ID എഴുതുക 2001. ഓക്കെ, ദെൻ എംപ്ലോയിയുടെ നെയിം ഞാൻ എഴുതുക.
എന്തെഴുതുന്നു, രാഹുൽ എന്നെഴുതുന്നു. ഓക്കെ, ഇതിപ്പോൾ ഒരു ടേബിൾ ആണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിചാരിക്കുക കേട്ടോ. ഏജ് ഒരു എത്ര കൊടുക്കാം, 25 കൊടുക്കാം. ദെൻ സാലറി ഒരു 20,000 കൊടുക്കുന്നു. അടുത്തത് എംപ്ലോയി ID 02. നെയിം വന്നിട്ട് എന്ത് കൊടുക്കാം, നമുക്കൊരു ഒരു അഭി എന്ന് കൊടുക്കാം. ഏജ് ഒരു 26 കൊടുക്കാം. ഒരു 10,000 സാലറി കൊടുക്കാം. ഇതിപ്പം ഇങ്ങനെ താഴോട്ട് വേറെയും വേറെയും നെയിംസ് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, വേറെയും നെയിംസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഇതൊരു ടേബിൾ ആണെന്ന് വിചാരിക്കുക. ഇപ്പം ഈ ID എന്നുള്ളത് എന്താണ്, ഒരു കോളമാണ് അല്ലേ. എംപ്ലോയി നെയിം എന്നുള്ളത് വേറൊരു കോളമാണ്, ഏജ് എന്ന് പറയുന്നത് വേറൊരു കോളമാണ്, സാലറി വേറൊരു കോളമാണ്. ഇനി ഇത് നമുക്കൊന്ന് കമൻറ്റ് ചെയ്യാം. വെയിറ്റ് ഓ ഷിറ്റ്, ഒന്നും കൂടെ ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ഒരു ടേബിൾ ആണെന്ന് നിങ്ങൾ വിചാരിക്കാം. ഇതിൽ ഒരു റോയിലുള്ള വാല്യൂസ്, അതായത് ഒരാളെ ഇതിപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരാളെ സംബന്ധിച്ചുള്ളതായിരിക്കും അയാളുടെ ID, അയാളുടെ നെയിം, അയാളുടെ ഏജ്, അയാളുടെ സാലറി. അങ്ങനെ ഒന്നിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോർമലി കൊടുക്കുന്നത് നമ്മൾ എന്തായിരിക്കും, ടപ്പിള്. ഇപ്പം ഈ ടേബിൾ നോക്കുവാണെങ്കിൽ ഇതിലെ ഒരു റോയിലുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നത്, ഈ ഒരു റോയിലുള്ള ഡീറ്റെയിൽസ് ഹെട്രോജീനിയസ് അല്ലേ, കാരണം ID എന്ന് പറയുന്നത് എന്താണ്, ഒരു നമ്പറാണ് അല്ലേ, ഇൻഡിജർ ആണ്. എംപ്ലോയിയുടെ നെയിം എന്താണ്, ഒരു സ്ട്രിങ് ടൈപ്പ് ആണല്ലേ, ടെക്സ്റ്റ് ആണ്. ഏജ് എന്ന് പറയുന്നത് എഗെയിൻ എന്താണ്, നമ്പറാണ്. സാലറി നമ്പറാണ്. അപ്പം അതിൽ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹെട്രോജീനിയസ് ആണ്. റോയിലുള്ളത് നമ്മൾ ജനറലി സ്റ്റോർ ചെയ്യുന്ന ടപ്പിൾ ആയിട്ടായിരിക്കും. ഓക്കെ, എന്തായിട്ടായിരിക്കും, ടപ്പിൾ ആയിട്ടായിരിക്കും. നമുക്കൊരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്യാം. ഈ ടേബിളിലുള്ള ഒരു റോ വെച്ചിട്ട് നമുക്കൊരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ഫസ്റ്റ് എന്ത് പറയുന്നത് എന്താണ്, ഇപ്പം അബിയുടെ ആണെങ്കിൽ എന്ത് യൂസ് ചെയ്യുക, അബി. ഓക്കെ, ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് ഞാനൊരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്യുവാണെന്ന് വിചാരിക്കാം. അതിൽ എന്തൊക്കെ വരും, 2001, അതെന്താണ്, ID ആണ്. ഓക്കെ, ദെൻ സ്ട്രിങ് ആണ്. അടുത്തത് അബി എന്നുള്ള പേര്. ദെൻ അഗെയിൻ എന്ത് വരുന്നു, ഏജ് 35. ദെൻ എന്താണ്, 20,000. അപ്പം ഇങ്ങനെയുള്ള എന്താണ്, ഒരു റോയിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഒന്നിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഡിഫറെൻറ്റ് ഒരു സാധനത്തെ ബേസ് ചെയ്തുള്ള ഡിഫറെൻറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ടപ്പിളിൽ സ്റ്റോർ ചെയ്യും. ഇനി ലിസ്റ്റ് ആണെങ്കിലോ, ഇപ്പം ഒരു കോളം, ഇപ്പം ID എടുക്കുക. ഓക്കെ, ID എന്നുള്ള ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ അത് ഞാൻ എന്തിൽ സ്റ്റോർ ചെയ്യും, അതിന് താഴെയുള്ള എല്ലാം എന്ത് ചെയ്യും, ഞാൻ ഒരുമിച്ച് സ്റ്റോർ ചെയ്യും. അപ്പം ഒരു കോളമിലുള്ളത് ലിസ്റ്റായിട്ടും അതുപോലെ ഒരു റോയിലുള്ളത് എന്തായിട്ടുമായിരിക്കും, ഒരു കോളത്തിൽ വരുന്ന എല്ലാം എന്തായിരിക്കും, ഹോമോജീനിയസ് ആയിരിക്കും അല്ലേ. ഇപ്പം എംപ്ലോയി നെയിം എന്ന് പറയുമ്പോൾ എല്ലാം നെയിംസ് ആയിരിക്കും, ഒരേ ടൈപ്പ് ഓഫ് വാല്യൂസ് ആയിരിക്കും. അപ്പം ലിസ്റ്റ് അങ്ങനെയും ടപ്പിള് റോ ആയിരിക്കും, കോളംസ് ലിസ്റ്റ് ആയിട്ടുമായിരിക്കും ജനറലി സ്റ്റോർ ചെയ്യുന്നത്. ഇനി ജസ്റ്റ് അതിൻ്റെ ഒരു യൂസ് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇനി പറയുവാണെങ്കിൽ നമുക്ക് എന്താണ്,
നമുക്കൊന്ന് പ്രോഗ്രാം വേറൊരു എന്താണ് നമുക്ക് ഐട്രേഷൻ ഒന്നും കൂടെ ചെയ്ത് നോക്കാവേ. ഓക്കെ, ഒന്നും കൂടെ നമുക്കൊന്ന് ഐട്രേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് അഗെയിൻ ഒരു എന്താണ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. എ ബി സി ഈക്വൽസ് 1, എ ബി സി ഈക്വൽസ് എന്താണ് 1, 2, 3, 4, 5 എന്ന് ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് ഐട്രേറ്റ് ചെയ്യണം അല്ലേ. നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഇങ്ങനെ ഐട്രേറ്റ് ചെയ്യുന്ന ഫോർ ഐ ഇൻ എ ബി സി, ഐയുടെ വാല്യൂ എ ബി സി, ദെൻ പ്രിന്റ് ഐ. എളുപ്പമാണ് അല്ലേ, പ്രിന്റ് ഐ, വാല്യൂസ് പ്രിന്റ് ആയിക്കോളും. ഇനി നമുക്ക് വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഐട്രേറ്റ് ചെയ്യാന്ന് നോക്കാം. ഓക്കെ, വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഐട്രേറ്റ് ചെയ്യാന്നുള്ളതൊന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ് നമുക്ക് വൈൽ ലൂപ്പ് ആകുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ സ്ട്രക്ചർ? ഇനീഷ്യലൈസേഷൻ വേണം, കണ്ടീഷൻ വേണം, അതുപോലെ അപ്ഡേഷൻ വേണം അല്ലേ. ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ, അപ്ഡേഷൻ. സോ ഇനീഷ്യലി നമുക്ക് ഐ ഈസ് ഈക്വൽ ടു 0, ഇനീഷ്യലി ഐ ഈസ് ഈക്വൽ ടു ഇനീഷ്യലി ഐയുടെ വാല്യൂ എന്താവണം? 0 ആവണം അല്ലേ. ഇനീഷ്യലി ഐയുടെ വാല്യൂ 0 ആവണം. ഇനി സൈസ് എന്താവണം? നമുക്ക് സൈസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? ലെങ്ത് ഓഫ്, ഓക്കെ, ലെങ്ത് ഓഫ് എ ബി സി. ദെൻ എന്ത് ചെയ്യണം? വൈൽ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ഐ ഇനീഷ്യലി 0 ആണ്. നമ്മൾ സൈസ് എന്ത് കൊടുത്തു? എ ബി സിയിലുള്ള ഓരോ വട്ടം ഐട്രേറ്റ് ചെയ്യുമ്പോഴും ആരുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്? എ ബി സിയിലുള്ള ഓരോ എലമെന്റിലായിട്ടും. ഓക്കെ, ഐ ലെസ് ദാൻ സൈസ്. ദെൻ എന്ത് ചെയ്യണം? പ്രിന്റ് ഇൻഡെക്സ് യൂസ് ചെയ്തിട്ട്. വൈലാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത്? ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടല്ലേ. എ ബി സി എന്നിട്ട് ആ ഇൻഡെക്സ്. വൈൽ ലൂപ്പ് ആണെങ്കിൽ ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ആക്സസ് ചെയ്യുന്നുണ്ടാവും. ഇനി അപ്ഡേറ്റ് ചെയ്യണം ഐയുടെ വാല്യൂ. ഐ ഈക്വൽസ് ഐ പ്ലസ് 1. അപ്പം ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. പിന്നെയും കിട്ടിയല്ലേ, നമുക്ക് ഇപ്പോഴത്തെ ലിസ്റ്റിലുള്ള വാല്യൂസ് കിട്ടി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് സെയിം സാധനം എന്താണ് ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ ഫോർ ഐ ഇൻ എ ബി സി പ്രിന്റ് ഐ കഴിഞ്ഞു. പക്ഷെ വൈൽ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും ചെയ്യേണ്ടി വരുന്നുണ്ടല്ലേ. അപ്പം ഒന്നും കൂടെ വൈൽ ലൂപ്പ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഐയുടെ വാല്യൂ എന്ത് ചെയ്യുന്നു? ഇനീഷ്യലി 0 സെറ്റ് ചെയ്യുന്നു, ഇനീഷ്യലൈസേഷൻ വേണം. ഓക്കെ, ദെൻ എന്ത് ചെയ്യുന്നു? സൈസ്. സൈസ് എന്ന് പറയുന്നത് അതായത് എത്ര തവണ ഇറ്ററേറ്റ് ചെയ്യണം എന്നുള്ളതാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, എത്ര തവണ, അതായത് സൈസ്, ലെങ്ത് ഓഫ് എ ബി സി. എ ബി സി എന്ന് പറയുന്ന ടപ്പിളിന്റെ ലെങ്ത് എത്രയാണോ അത്രയും തവണ എന്ത് ചെയ്യണം? ഇറ്ററേറ്റ് ചെയ്യണം. ഓക്കെ, ഐയുടെ വാല്യൂ ലെസ് ദാൻ സൈസ് ആവുമ്പോൾ എന്താണ്? എ ബി സിയിലുള്ള ആ ഒരു ഐ ഇൻഡെക്സ് വാല്യൂ ഉള്ളത്. ഓക്കെ, ഐയുടെ വാല്യൂ ഇനീഷ്യലി 0 കൊടുത്തേക്കുന്നത് എന്താണ്? ഐ എന്ന് പറയുന്നത് ഇൻഡെക്സ് ആണല്ലേ, നമുക്കറിയാം. 0, 1, 2, 3 ഈ രീതിയിലാണ് ഇൻഡെക്സ് വരുന്നത്. അപ്പം ആ ടപ്പിളിലുള്ള ഫസ്റ്റ് എലമെന്റിന്റെ ഇൻഡെക്സ് 0 ആയിരിക്കും. അപ്പം ഐയുടെ വാല്യൂ ഇനീഷ്യലി 0. ഓക്കെ, അത് എത്ര തവണ, എത്ര ആയിരിക്കും നമുക്കറിയില്ല. ലാസ്റ്റ് ഇൻഡെക്സ് എത്ര, അത് എത്ര തവണ പോകണം? ലെങ്ത് ഓഫ് എ ബി സി. എ ബി സിയുടെ ലെങ്ത് എത്രയാണോ അത്രയും തവണ. അപ്പോൾ ഐയുടെ വാല്യൂ ലെസ് ദാൻ സൈസ് ആവുമ്പോൾ എന്ത് ചെയ്യണം? ഐയുടെ വാല്യൂ ലെസ് ദാൻ സൈസ് ആവുന്ന കണ്ടീഷൻ വരെ, ഓക്കെ, ലാസ്റ്റ് എലമെന്റ് എത്തുന്ന വരെ, ഐയുടെ വാല്യൂ ലാസ്റ്റ് എലമെന്റിന്റെ ഇൻഡെക്സ് എത്തുന്ന വരെ എന്ത് ചെയ്യണം? എ ബി സി ഓഫ് ഐ, ആ ഇൻഡെക്സിലുള്ള എലമെന്റ്. ഓക്കെ, എ ബി സി ഓഫ് ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എ ബി സി സ്ക്വയർ ബ്രാക്കറ്റിൽ ഐ എന്ന് ഇട്ട് കഴിഞ്ഞാൽ, അപ്പം എ ബി സി സ്ക്വയർ ബ്രാക്കറ്റിൽ 0 ആണെങ്കിൽ 0 ഇൻഡെക്സിലുള്ള എ ബി സിയിലുള്ള എലമെന്റ് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. സോ അങ്ങനെയാണ്. അപ്പം ഐയുടെ വാല്യൂ ഇനീഷ്യലി 0. അപ്പം സൈസ് എന്ന് പറയുന്നത് എന്താണ്? എത്രയാണോ ലെങ്ത് അതുവരെ. സോ ഇപ്പം നമ്മൾ ഫസ്റ്റ് ലൂപ്പ് എടുക്കുവാണെങ്കിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈസ്. സൈസ് എത്ര അറിയാലോ? 0, 1, 2, 3 എത്ര എലമെന്റ്സ് ഉണ്ട്? 5 എലമെന്റ്സ് ഉണ്ടല്ലേ. അപ്പം ഐ ലെസ് ദാൻ 5 ആണ്. അപ്പം എന്ത് ചെയ്യണം? എ ബി സിയിലുള്ള, അതായത് ഐയിലുള്ള 0 ഇൻഡെക്സിലുള്ള എലമെന്റ് പ്രിന്റ് ചെയ്യണം. അപ്പം 1 പ്രിന്റ് ആവും.
അടുത്ത തവണ അപ്ഡേറ്റ് ആവുന്നു ഐയുടെ വാല്യൂ 0 + 1 1 ആയി മാറുന്നു. 1 < 5 ട്രൂ ആവുന്നു. അപ്പം എന്ത് ചെയ്യണം? ഇൻഡെക്സ് നമ്പർ 1ലുള്ള എലമെന്റ്, അതായത് ഇവിടെ 2, ഇൻഡെക്സ് നമ്പർ 1ലുള്ള എലമെന്റ് 2 പ്രിന്റ് ആവും. അപ്പം വൈ ലൂപ്പ് വെച്ച് എഴുതുമ്പോൾ നമുക്ക് ഇത്രയും ഇച്ചിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതേസമയം ഫോർ ലൂപ്പ് വെച്ച് എഴുതുമ്പോൾ എന്താണ്, എളുപ്പമാണല്ലേ. അപ്പം ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ട്രാവേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ടപ്പിള് ട്രാവേഴ്സിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടപ്പിള് ഐട്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. നിങ്ങൾ ഒന്നും കൂടെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലത്തെ ടപ്പിൾ യൂസ് ചെയ്തിട്ടുള്ള ഐട്രേറ്റ് ചെയ്യുന്ന കളക്ഷൻ ഐറ്റംസിന് ഐട്രേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിക്ഷണറി ഉണ്ട്, അടുത്ത കളക്ഷൻ ഐറ്റം ആയിട്ടുള്ള ഡിക്ഷണറിയെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം.